ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ KPO റഹ്മത്തുള്ള നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റഹ്മത്തുള്ള, എന്തായാലും ഒറ്റ പേരിലേക്ക് KPCC എത്തിയിരിക്കുന്നു, ഹൈക്കമാൻഡിനെ ആ പേര് അറിയിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആ ഒരു പ്രഖ്യാപനം വരെ കാത്തു നിൽക്കാം. പക്ഷേ PV അൻവർ എന്ന നേരത്തെ പറയാറുള്ളത് പോലെ തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെ തന്റെ വഴിക്കാക്കേണ്ടതെന്ന് കൃത്യമായ ബോധ്യമുള്ള PV അൻവറിന് ഒരു വലിയ തിരിച്ചടിയാവുകയല്ലേ? അങ്ങനെയെങ്കിൽ അൻവറിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് ഇനി എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു സമ്മർദ്ദ തന്ത്രത്തിന് അപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കാൻ അൻവർ ഇപ്പോൾ മുതിരുമോ? അൻവർ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ്. അവസാന നിമിഷം എന്നതും അൻവറിന്റെ ഒരു തന്ത്രമാണ്. മാത്രമല്ല, UDF സ്ഥാനാർത്ഥി ആരായാലും താൻ അവരുടെ കൂടെ നിൽക്കുമെന്ന് അൻവർ ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന യാതൊരു പ്രതീക്ഷയും ആർക്കും വേണ്ട. ഇന്നലെ ന്യൂസ് 18ന്റെ ചർച്ചയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ആര്യാടൻ ഷൗക്കത്തിനെ ഇന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന്. നേരത്തെ തന്നെ ഈ രീതിയിലുള്ള ധാരണകൾ KPCCയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KT ജലീലിന്റെ തട്ടകമായ തവനൂർ മണ്ഡലം കൊടുത്തുകൊണ്ട് അൻവറുമായി ഒരു ധാരണ അവരുണ്ടാക്കിയിട്ടുണ്ട്. അൻവറിനെ തള്ളിപ്പറയാൻ ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ തയ്യാറായിട്ടില്ല. മറിച്ച് തന്റെ ഇഷ്ടം ജോയ് സ്ഥാനാർത്ഥിയാകണം എന്നതാണ് എന്ന് അൻവർ നേരത്തെ തന്നെ പറയുന്നതാണ്. പക്ഷെ അവസാനം ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും അവരുടെ കൂടെ താൻ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇന്നലെ ന്യൂസ് 18യുടെ ഡിബേറ്റിൽ തന്നെ പറഞ്ഞത്, സ്ഥാനാർത്ഥി അപ്രസക്തമാണ്, പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്, ജനങ്ങൾ ബാലറ്റിലൂടെ വിധി എഴുതുമെന്നാണ് അൻവർ പറഞ്ഞത്. അതുകൊണ്ട് അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഒരു പ്രതീക്ഷയും ആർക്കുമില്ല എന്നതാണ് സത്യം. പക്ഷേ അവസാന നിമിഷം വരെ താൻ പിന്തുണക്കുന്ന ജോയിക്ക് വേണ്ടി സംസാരിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ അൻവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന് അൻവറിനൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ, ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ. അല്ലാതെ VS ജോയി എന്ന് പറയുന്ന ആളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് കരുതേണ്ടതില്ല. ഇപ്പോൾ UDF എത്തുക എന്നതാണ് ആത്യന്തികമായി അൻവറിന്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ എനിക്കും താങ്കൾക്കും ഒന്നും സംശയമില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയുള്ള വഴി എത്ര എളുപ്പമായിരിക്കും? കാരണം ഈ അവസാന നിമിഷം വരെ മുന്നണിയെ, പാർട്ടിയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരാളെ എന്തിനാണ് പെട്ടെന്ന് പാർട്ടിയിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ മുന്നണിയിലേക്ക് എടുക്കുന്നത് എന്നൊരു ചിന്തയല്ലേ ഇനിയിപ്പോൾ UDFന് ഉണ്ടാവുക? അങ്ങനെയെങ്കിൽ ഇനിയുള്ള പോക്ക്, UDF എന്ന ആ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള പോക്ക് എങ്ങനെയാവും? അൻവർ നേടിയ 11,000 വോട്ടിലും അപ്പുറമുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഷൗക്കത്തിനെ ജയിപ്പിച്ചുകൊണ്ട് താൻ തന്നെയാണ് നിലമ്പൂരിലെ അവസാന വാക്ക് എന്ന് തെളിയിക്കാനുള്ള അതിശക്തമായ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും അൻവർ കൊണ്ടുവരുമെന്ന് തീർച്ചയാണ്. ആര്യാടൻ കുടുംബവുമായി അൻവറിന് നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. രണ്ടാം തവണ മത്സരിച്ചപ്പോൾ VV പ്രകാശിനെ എതിരിൽ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചു എന്ന പരാതി KPCCയുടെ മുന്നിലുള്ളതാണ്. ആ നിലയിൽ അൻവർ ആര്യാടൻ ഷൗക്കത്ത് വിചാരിക്കുന്നതിലപ്പുറം ഒരു വമ്പൻ വിജയം കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ UDFന്റെ ഭാഗവും ഈ മുന്നണിയിലെ നിലമ്പൂരിൽ താനാണ് അവസാന വാക്ക് എന്ന് തെളിയിക്കുമെന്ന് തന്നെയാണ് അൻവറിനെ കൃത്യമായി മനസ്സിലാക്കുന്നവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടേതായി ഫേസ്ബുക്കിൽ വരുന്നൊരു കാർഡ്. നിലമ്പൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 2025 ജൂൺ 1 ഞായർ നിലമ്പൂർ കോടതി പരിസരത്ത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നതാണ്. അതായത് പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തുന്ന ഒരു വലിയ പ്രഖ്യാപനം അങ്ങ് LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സ്ഥിരം സ്വതന്ത്ര തന്ത്രത്തിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി, ആര്യാടൻ ഷൗക്കത്തിനൊക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ LDF ഇറക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPMൽ M സ്വരാജിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ശക്തമായ മത്സരത്തിന് CPM തയ്യാറാകുമോ എന്ന് ഞാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റിംഗ് MLA ആയിരുന്ന സ്വരാജ് ഇവിടെ തോറ്റതാണ്. പക്ഷേ അൻവറിനെയും ഷൗക്കത്തിനെയും ഒക്കെ വെല്ലാൻ ഇപ്പോൾ CPMലുള്ള ഏക വ്യക്തിത്വം M സ്വരാജാണ്. അദ്ദേഹം പാർട്ടിയിലെ ഉന്നത പദവികളിലുള്ള ആളാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് കളിക്കാനുള്ള ആർജവം CPM കാണിക്കുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി വന്ന്
സ്വരാജിന്റെ പേര് പറയട്ടെ. അപ്പോൾ മാത്രമേ ഈ മത്സരത്തെ ഗൗരവത്തിൽ CPM എടുക്കുന്നു എന്ന് എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം PT തോമസ് മരിച്ചപ്പോൾ PT തോമസിന്റെ മണ്ഡലത്തിൽ മന്ത്രിമാരും ഒക്കെ ചെന്ന് പ്രചരണം നടത്തി. പക്ഷേ ഫലം വന്നപ്പോൾ അതൊക്കെ നെഗറ്റീവ് ആവുകയായിരുന്നു. അത് തന്നെയാണ് PV അൻവറിന്റെയും ഷൗക്കത്തിന്റെയും ഒക്കെ കാര്യത്തിൽ നിസ്സാരനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷം കളിച്ചാൽ ആവർത്തിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ എൻ ശ്രീകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് തീരുമാനിച്ചു. PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് എന്താകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ പിണറായി വിജയൻ നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി എത്തുമ്പോൾ ഒരു വലിയ പ്രഖ്യാപനം അവിടെ ഉണ്ടാകും. അല്ലാതെ വെറുതെ പിണറായി വിജയൻ അങ്ങ് നിലമ്പൂർ വരെ പോകുമെന്ന് നമുക്ക് കരുതേണ്ടതില്ല. പ്രത്യേകിച്ച് ഇതിലൊരു അഭിമാന പ്രശ്നമുണ്ട്. PV അൻവർ പിണറായി വിജയനെ ചീത്ത വിളിച്ച് പുലഭ്യം പറഞ്ഞ് ഇറങ്ങിപ്പോയതിനു ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അവിടെ LDF-നും വലിയ ഒരു അഭിമാന പോരാട്ടമാണല്ലോ. ഇപ്പോ PV അൻവറിന്റെ നിലപാട് എന്തായിരിക്കും? ഷൗക്കത്ത് എന്ന ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു ആനുകൂല്യം, അതായത് നേരത്തെ പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു കോൺഫിഡൻസിന്റെ ആനുകൂല്യം ആദ്യഘട്ടത്തിൽ തന്നെ അവർ നേടുകയാണോ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PV അൻവറിനെ UDF-ഉമായിട്ട് കൂട്ടിക്കെട്ടുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. PV അൻവർ പിണറായി വിരുദ്ധ സമീപനം എടുത്തുകൊണ്ട് LDF ആയിരുന്ന അദ്ദേഹം ആ വിഭാഗത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു. അതിനുശേഷം നടന്ന 2 ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും അൻവർ UDF-നൊപ്പം ആയിരുന്നില്ല. ചേലക്കരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി, പാലക്കാട് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി, പാലക്കാട്ട് പിന്നെ അവസാനം പിൻവലിച്ചു. ചേലക്കരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി. അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിയായ NK സുധീറിന് പ്രതീക്ഷിച്ച വോട്ടും കിട്ടിയില്ല. അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അൻവർ നിലമ്പൂരില് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർത്തുന്നതില് കോൺഗ്രസിന് എന്താണ് ഇത്ര വലിയ പ്രശ്നം? എന്താ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തും. ചേലക്കരയില് അൻവർ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന പോലെ നിലമ്പൂരിൽ നിർത്തുമായിരിക്കും. പക്ഷേ അൻവർ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് അൻവർ സ്വയം പറഞ്ഞതാണ്. LDF MLA ആയിരുന്ന തനിക്ക് LDF ഗവൺമെന്റിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ സഹിക്കാൻ വയ്യാതെ ഞാൻ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വരുന്ന അൻവർ ഇടതുമുന്നണിയുടെ എല്ലാ ദുർനയങ്ങളെയും തുറന്നു കാണിക്കുന്ന UDF-നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അവിടെ അൻവർ മത്സരിച്ചാലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചാലും തൃണമൂൽ സ്ഥാനാർത്ഥി മത്സരിച്ചാലും അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം, 2016 21 അവിടെ UDF LDF-ഉം BJP-യും NDA-യോ BDJS ഒക്കെ ആയിട്ട് മത്സരിച്ചിരുന്നു. കോൺഗ്രസ് അത് ഇപ്പോഴും കാണുന്നുള്ളൂ. അൻവറിന് അദ്ദേഹത്തിന്റെ പിണറായിസം എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു അദ്ദേഹത്തിന്റെ ആശയത്തിന് എതിരായിട്ട് മത്സരിക്കുന്ന ആശയത്തെ അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത്, പിണറായിക്ക് എതിരായിട്ട് ആണ് അൻവർ ആഗ്രഹിക്കുന്നത്, പിണറായി ഗവൺമെന്റിനെതിരായ നീക്കമാണ് UDF നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അൻവറിന് UDF-നെ പിന്തുണയ്ക്കാതിരുന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ നഷ്ടപ്പെട്ടു. അവിടെ അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം വിജയിക്കില്ല എന്നുള്ള എന്തായാലും ഉറപ്പാണ്. കാരണം അൻവർ അവിടെ 2 തവണയും വിജയിച്ചത് LDF-ന്റെ പിന്തുണയോടെയാണ്.